പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ അടുത്തു വരുന്ന നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ. ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. നീറ്റ് എന്നുള്ള പരീക്ഷ MBBSനും BDSനും വേണ്ടിയുള്ള ഒരു മത്സര പരീക്ഷയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിൽ 4 വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഇതിൽ ബോട്ടണിയും സുവോളജിയും ഉൾപ്പെടുന്ന ബയോളജി വിഭാഗത്തിലാണ് 50% മാർക്സ് എന്ന് പറയുന്നത്. ആകെയുള്ള 720 മാർക്കിൽ 360 മാർക്കും ബയോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്ക് നല്ല സ്കോർ സമ്പാദിക്കുക എന്ന് പറയുന്നത് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. ബയോളജി ചോദ്യങ്ങൾ പൊതുവെ NCERT ടെക്സ്റ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ടെക്സ്റ്റിന് വെളിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറില്ല. അപ്പോൾ ബയോളജിക്ക് 360-ൽ 360 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം സാധിക്കും. അതിന് വേണ്ടത് മനസ്സിരുത്തിയുള്ള ടെക്സ്റ്റ് പഠനം തന്നെയാണ്. എല്ലാ ചാപ്റ്റേഴ്സും മനസ്സിരുത്തി പല പ്രാവശ്യം വായിക്കുക. വായിച്ചാൽ മാത്രം പോരാ, ഓരോ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കുറിച്ചു വയ്ക്കുക. അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം റിവിഷൻ 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 എന്ന് പറയുന്നൊരു മന്ത്രമാണ് ബയോളജിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഒരുപാട് ശാസ്ത്രീയ പദങ്ങൾ ബയോളജി വരുന്നുണ്ട്. ഈ പദങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഓർമ്മശക്തി ബലപ്പെടുത്താനുള്ള ഏക മാർഗം ആവർത്തനം തന്നെയാണ്. ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്നത് പോലെയുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രട്ടേഷൻസോ ലോജിക്കൽ തിങ്കിങ് അധികാരമോ ഒന്നും വലുതായിട്ട് ആവശ്യമില്ല. ഇവിടെ മനസ്സിരുത്തിയുള്ള വായന. അപ്പോൾ NCERT ടെക്സ്റ്റ് ബയോളജി പൂർണ്ണമായിട്ടും ഒരു ചാപ്റ്റർ പോലും വിടാതെ, ഒരു പേജ് പോലും വിടാതെ, വള്ളി പുള്ളി വിടാതെ മനസ്സിരുത്തി പതിവായി വായിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഫുൾ സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം പോരാ, ടെക്സ്റ്റിനെ ആസ്പദമാക്കിയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും കൂടി ആൻസർ ചെയ്യണം. ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും പല രൂപത്തിൽ അവതരിക്കാം. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുന്നതോടൊപ്പം ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യണം. ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ബയോളജിയിൽ 90 ചോദ്യങ്ങളാണ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും കൂടെ 90 ചോദ്യങ്ങളാണ്. അപ്പോൾ 180 ചോദ്യം ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 180 മിനിറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ ശരാശരി 1 മിനിറ്റ്. പക്ഷേ ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് കൂടുതൽ സമയം എടുക്കാം. എന്നാൽ ചോദ്യങ്ങളുമായിട്ട് കൂടുതൽ പരിചയപ്പെടുകയും അത്തരം ചോദ്യങ്ങൾ വളരെയധികം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. 90 മിനിറ്റ് ഒരു കാരണവശാലും ബയോളജി ആൻസർ ചെയ്യാൻ നിങ്ങൾ എടുക്കരുത്. 90 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ മാക്സിമം ഒരു 50 മിനിറ്റിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ബയോളജിയിലെ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ പിടികിട്ടും. 10 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ ആദ്യം ആൻസർ ചെയ്യുക. അതിനുശേഷം കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. കാരണം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയിൽ ആദ്യത്തെ 1 മണിക്കൂർ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങളുടെ ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഇല്ലാതാകും. എന്നാൽ ആദ്യമേ തന്നെ ആദ്യത്തെ മണിക്കൂറിൽ വളരെയധികം പ്രയാസമുള്ള ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ
കൂടുതൽ സമയം എടുക്കുകയോ ചെയ്ത് നിങ്ങളുടെ സ്കോർ വളരെ പിന്നിലായാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മണിക്കൂർ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വളരെയധികം സ്ട്രെസ്സും ആങ്സൈറ്റിയും സ്ട്രെസ്സും അനുഭവിക്കേണ്ടി വരികയും എളുപ്പമുള്ള ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് പ്രയാസമുള്ളതായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ആദ്യത്തെ 1 മണിക്കൂറിൽ നിങ്ങൾ ഏകദേശം ഒരു 300 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയാൽ സീക്വൻസ് അനുസരിച്ചോ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചോ ഒന്നും ആൻസർ ചെയ്യേണ്ട. നിങ്ങൾ ചോദ്യപേപ്പർ മറിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും അധികം എളുപ്പമുണ്ട് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ കണ്ണിൽപ്പെടുന്നത് ആൻസർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഒരു 30, 40 അല്ലെങ്കിൽ 50 ചോദ്യം ആൻസർ ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾ 20 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. ബയോളജിയിലുള്ള ഒരു 50 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ചിലപ്പോൾ 30 മിനിറ്റ് കൊണ്ട് കിട്ടും. പക്ഷേ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ സ്കോർ ചെയ്യുന്നത് 200 മാർക്കാണെന്ന് ഓർക്കണം. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റിൽ 200 മാർക്ക് സ്കോർ ചെയ്തു എന്ന് തോന്നുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ സ്ട്രെങ്ത്തും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ചോദ്യപേപ്പർ ആൻസർ ചെയ്യുന്നതിനകത്ത് ബുദ്ധിപൂർവമായ ഒരു സമീപനം വേണം. വിവേകപൂർണമായ ഒരു സമീപനത്തോടു കൂടി വേണം ചോദ്യപേപ്പറുകളെ നോക്കിക്കാണാൻ. ഫിസിക്സിലെ ചില ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ചിലപ്പോൾ 2 മിനിറ്റോ 2.5 മിനിറ്റോ എടുത്തെന്നിരിക്കും. പക്ഷേ ആ 2.5 മിനിറ്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ബയോളജിയിലുള്ള ചോദ്യങ്ങൾ 10-15 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്ത് ആ സമയം കൂടെ നിങ്ങൾക്ക് ഫിസിക്സിനോ അല്ലെങ്കിൽ കെമിസ്ട്രിക്കോ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ സമയം ചുരുങ്ങിയ സമയത്ത് മാക്സിമം ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ടൈം മാനേജ്മെൻറ്റ്, സ്പീഡൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളിൽ വെറുതെ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് മാത്രമല്ല, കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുക എന്നുള്ളതല്ല, നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ അതിന് എത്ര സമയമെടുത്തു. ബയോളജിയിലെ ഒരു 10 ചോദ്യത്തിൻ്റെ ഉത്തരം 5 മിനിറ്റ് കൊണ്ട് കണ്ടെത്തണം. ഫിസിക്സിലെ 10 ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് 10 മിനിറ്റ് എടുക്കാനുള്ള സ്പീഡ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഒരു സ്പീഡ് പ്രാക്ടീസും കൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു നിങ്ങൾക്ക് ഒരു 650 അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും കൂടുതൽ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നവരാണ് ടോപ്പ് റാങ്കിൽ വരുന്നത്. നമുക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തിയേ അല്ല, എത്ര സമയമെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ബയോളജിയിലെ ഭംഗിയായിട്ട് വായിക്കുക. ആ ചാപ്റ്റേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ എടുക്കുന്ന സമയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ബയോളജിക്ക് 360-ൽ 360 മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബയോളജിക്ക് നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മറ്റ് സബ്ജക്റ്റിൽ അല്പം ഒന്ന് മാർക്ക് കുറഞ്ഞാലും ബുദ്ധിമുട്ടില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ഉത്തമ ബോധ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ആൻസർ ചെയ്യുക. ഭാഗ്യപരീക്ഷണം നടത്തി നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യാതിരിക്കുക. നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ റാങ്കിൽ വരുന്ന വ്യത്യാസം വളരെ വലുതാണ്. 18 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു മത്സര പരീക്ഷയിൽ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് മാർക്ക് നമ്മുടെ റാങ്കിൽ 5000-ഓ 6000-ഓ ചിലപ്പോൾ 10,000-ൻ്റെയോ വ്യത്യാസമായിരിക്കും നമുക്ക് വരുത്തുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യരുത്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം. ഉത്തമ ബോധ്യമുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യുക. അറിയാൻ വയ്യാത്ത ചോദ്യങ്ങൾ വെറുതെ അങ്ങ് മടക്കി വെച്ചേക്ക് ആൻസർ ചെയ്യണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള സമീപനം കൂടെ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന റാങ്കും വിജയവും നേടാൻ സാധിക്കും. ദൈവം നിങ്ങളെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും.